ഈ വർഷത്തെ രണ്ടാമത്തെ റോ എപ്പിസോഡാണ് നാളെ നടക്കാൻ പോകുന്നത്. എന്തായാലും നാളത്തെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മാച്ചസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ മാച്ച് എന്ന് പറയുന്നത് മിസ്സും അതുപോലെ തന്നെ JD മക്ഡോണയും തമ്മിലുള്ളൊരു മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ മാച്ച് എന്ന് പറയുന്നത് കുറച്ച് ഹെവി മാച്ചാണ്. NXTയിലേക്ക് ഒരു ഹെവി മാച്ചായിരുന്നു വേണമെങ്കിൽ പറയാം. അതായത് ഫിൻ ബാലർ വേഴ്സസ് ടൊമാസിയോ ചാമ്പ മാച്ച് ഇപ്പോൾ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. മറ്റൊരു മാച്ചാണ് നമ്മൾ കണ്ടുമടുത്ത മാച്ചാണ്. എന്തിനാണ് ഈ ഒരു മാച്ച് പിന്നെയും വെക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഇതൊരു ലാസ്റ്റ് സ്റ്റേജ് ആയിരിക്കും അല്ലെങ്കിൽ ലാസ്റ്റ് ചാപ്റ്റർ ആയിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. കോഡ്രസ് വേഴ്സസ് ഷിൻസുക്കെ നക്കമുറ മാച്ച് നാളത്തെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു വുമൺസ് ടാഗ് ടീം മാച്ചിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ചെൽസി ഗ്രീൻ പൈപ്പർ നെവൻ വേഴ്സസ് കത്താന ചാൻസും കേഡനും തമ്മിലാണ് ഈ ഒരു മാച്ച് നടക്കാൻ പോകുന്നത്. പിന്നെ ഒരു മാച്ച് എന്ന് പറയുന്നത് കോഫി കിങ്സ്റ്റണും അതുപോലെ തന്നെ ലുഡ്വിഗ് കൈസറും തമ്മിലുള്ളൊരു മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാളത്തെ റോ എപ്പിസോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് CM Punk നാളെ ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു പ്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം നാളത്തെ റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചെന്ന് വരാം. സോ നാളത്തെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡ്രൂ മക്കിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. WWE ഉള്ള മിക്കവാറും എല്ലാ സൂപ്പർ സ്റ്റാർസും WWE വേണ്ടി ഇപ്പോൾ കോൺട്രാക്ട് റിസൈൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ലോങ് ടൈം കോൺട്രാക്ട് WWE വേണ്ടി സൈൻ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം കോഡ്രോട്സിൻ്റെ കാര്യം നമ്മൾ കേട്ടുകയാണ്. അതായത് ഇതിന് ഒരു ലോങ് ടൈം കോൺട്രാക്ട് ഇപ്പോൾ WWE കൊടുത്തിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ കോൺട്രാക്ട് തീരാൻ ഇനിയും ബാക്കിയുണ്ട്, എന്നിട്ട് ഒരു ലോങ് ടൈം കോൺട്രാക്ട് വീണ്ടും അദ്ദേഹത്തിന് കൊടുത്തു. എന്തായാലും അങ്ങനെ കോൺട്രാക്ട് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതുവരെ ഡ്രൂ മക്കിൻ്റെറിൻ്റെ കോൺട്രാക്ട് പുതുക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതിന് കോൺട്രാക്ട് ചെയ്യുന്നത് മാർച്ച് ഫെബ്രുവരിയോടെ അതിന് കോൺട്രാക്ട് ചെയ്യും. എന്തായാലും അതുവരെ കാത്തിരിക്കാൻ നേരത്തെ തന്നെ പുതുക്കേണ്ടതാണ് സാധാരണ. അതായത് നമുക്കറിയാം മിക്കവാറുള്ള സൂപ്പർ സ്റ്റാർസിൻ്റെ എല്ലാം പുതുക്കി കഴിഞ്ഞു. പക്ഷേ ഒരു പ്രമുഖം അതേ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുവരെയായിട്ടും ഡ്രൂ മക്കിൻ്റെറിൻ്റെ കോൺട്രാക്ട് WWE പുതുക്കിയിട്ടില്ല എന്നുള്ളത്. പക്ഷേ WWE പുതുക്കാൻ തയ്യാറായിരിക്കാം. പക്ഷേ ഡ്രൂ മക്കിൻ്റെറിനാണെന്ന് തോന്നുന്നു കുറച്ച് താല്പര്യക്കുറവ്. എന്തായാലും എന്തൊക്കെയോ സംതിങ് ഫിഷിംഗ് ആണ്. കാരണം ഇത്രയും നാളായിട്ട് ഡ്രൂ മക്കിൻ്റെറി ആ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നു. എന്തായാലും സംതിങ് ബിഗ് ഫിഷിംഗ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവം ഒളിഞ്ഞ് കിടപ്പുണ്ട്. ഒന്നെങ്കിൽ അദ്ദേഹം AEWയിലേക്ക് പോകുക, അല്ലെങ്കിൽ അദ്ദേഹം WWE വിട്ടു പോകാനുള്ള ചാൻസ് ഒക്കെ വളരെയധികം കൂടുതലാണ്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജഡ്ജ്മെൻറ്റ് ഡേയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. ജഡ്ജ്മെൻറ്റ് ഡേ ഇപ്പോൾ പൊട്ടും, നാളെ പൊട്ടും, മറ്റന്നാൾ ബ്രേക്കപ്പ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട റൂമറല്ല, ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ജഡ്ജ്മെൻറ്റ് ഡേ ഇപ്പോഴെങ്കിലും ബ്രേക്കപ്പ് ആകാൻ പോകുന്നില്ലെന്നാണ് ഈ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ WWE ജഡ്ജ്മെൻറ്റ് ഡേ വേറെ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ബ്രേക്കപ്പിൻ്റെ ആവശ്യമില്ലെന്നാണ് WWE മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമെന്നാണ് ഇപ്പോൾ ആ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ R-Truthൻ്റെ ആ ഒരു സെഗ്മെൻറ്റ്, പിന്നെ പല സെഗ്മെൻറ്റും കോമഡി സെഗ്മെൻറ്റ്സും അല്ലാതെ സെഗ്മെൻറ്റ്സും ഒക്കെ കുറേ സെഗ്മെൻറ്റ്സ് ഇപ്പോൾ ജഡ്ജ്മെൻറ്റ് ഡേയിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്രേക്കപ്പ് ചെയ്താൽ ശരിയാകില്ല എന്നാണ് WWE മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം. ആ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ മിക്കവാറും ജഡ്ജ്മെൻറ്റ് ഡേയുടെ ബ്രേക്കപ്പ് ഉടനെ ഉണ്ടാകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു WrestleMania വരെ അവർ ഈ ഒരു ലെവലിൽ തന്നെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് WWE ഒരു ട്രേഡ് മാർക്ക് ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രേഡ് മാർക്കിൻ്റെ പേരെന്ന് പറയുന്നത് ഫൈൽ ടെസ്റ്റ്മെൻ്റ് എന്നാണ്. ഈ ഒരു ട്രേഡ് മാർക്ക് ഫയൽ ചെയ്തിരിക്കാൻ സാധ്യത കൂടുതലെന്ന് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ കാരിങ് ക്രോസിൻ്റെ ആ ഒരു ഫാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കാരിങ് ക്രോസിൻ്റെ എന്തെങ്കിലും ഒരു മൂവിനായിരിക്കാം എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അതായത് കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ്, റൂമറാണ്, അല്ലാതെ കൺഫേം ആയിട്ട് പുറത്തേക്ക് വരുന്ന കാര്യമല്ല. എന്തായാലും ഫൈനൽ ടെസ്റ്റ്മെൻ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഫാക്ഷൻ്റെ പേരാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്തെങ്കിലും ഒരു മൂവിൻ്റെ പേര് തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഉടൻ തന്നെ വിളിക്കും. ഒരു ഫാക്ഷന് എന്തായാലും ഒരു പേര് വേണം. ഫൈനൽ ടെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഫാക്ഷൻ്റെ പേരാണ്. അത് നേരത്തെ പറഞ്ഞ ഒരു ഫാക്ഷൻ്റെ പേരാണോ എന്നൊരു സംശയമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും മൂവിൻ്റെ പേരാണോ എന്നും. എന്തായാലും ഒന്നെങ്കിൽ അതായത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും അല്ലായിരിക്കും, ഇത് മറ്റെന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടേ ആയിരിക്കും. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്രോക്ക് ലെസ്നറിൻ്റെ റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. എനിക്കറിയില്ല ഞാൻ ഇത് എത്രാമത്തെ വട്ടമാണ് പറയുന്നതെന്ന്. എന്തായാലും ഒന്നുകൂടെ പറയാം. അതായത് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് അതിൻ്റെ സ്ക്രീൻഷോട്ട് വരെ ഞാൻ കാണിച്ചു തരാം. അതായത് ബ്രോക്ക് ലെസ്നറിന് റോയൽ റംബിളിലേക്ക് പ്ലാനുകളുണ്ട്. അതായത് റോയൽ റംബിളിലേക്കുള്ള പ്ലാനുകൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കും WWE. അതിന് WrestleMania 40 തുടർന്ന് രീതിയിൽ പ്ലാനുകളുണ്ട്. സോ റോയൽ റംബിളും അതുപോലെ WrestleManiaയിലും ബ്രോക്ക് ലെസ്നർ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. WrestleManiaയിൽ ഫോർ ഷുവർ ബ്രോക്ക് ലെസ്നർ ഉണ്ടായിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ റോയൽ റംബിൾ വലിയൊരു സംശയമാണ്, അദ്ദേഹം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം. കാരണം റോയൽ റംബിൾ ആ ഒരു 30-man റോയൽ റംബിൾ അത് വെറുതെ കൊണ്ട് പുറത്താക്കുന്നതിൽ എന്തെങ്കിലും ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അവിടെ കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് അദ്ദേഹം റോയൽ റംബിളും വരുമെന്നാണ്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. ബ്രോക്ക് ലെസ്നറുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ന്യൂസ് വരെ നിങ്ങൾ വേണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ചെറിയ ന്യൂസ് വരെ ചെയ്യുന്നത്. നമുക്കറിയാം ബ്രോക്ക് ലെസ്നർ എത്രത്തോളം വലിയ സൂപ്പർ സ്റ്റാർ ആണെന്ന്. പക്ഷേ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട വലിയ അപ്ഡേറ്റ് ഒന്നും കിട്ടുന്നില്ല. അതിൻ്റെ പ്രൈവറ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും നമുക്ക് കിട്ടുന്നില്ല. നമുക്കറിയാം അദ്ദേഹം പ്രൈവസി വളരെയധികം സൂക്ഷിക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാൻ ചാൻസ് വളരെയധികം കുറവാണ്.
എങ്കിൽ പോലും ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. എന്തായാലും അത് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നു അത്രയേ ഉള്ളൂ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റാൻഡി ഓർട്ടൻ്റെ ഒരു സ്ട്രീക്ക് അവസാനിച്ച കഥയാണ്. റാൻഡി ഓർട്ടൻ ഫാൻസിന് ഇത് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ പറയാം. എന്തായാലും ആ സ്ട്രീക്ക് അവസാനിച്ചല്ലോ. അതായത് റാൻഡി ഓർട്ടൻ ഒരു സിംഗിൾസ് മാച്ച് വിജയിച്ചിട്ട് 1455 ദിവസമായി. നിങ്ങൾ ഞെട്ടണ്ട, അതായത് ഒരു ലൈവ് ഇവൻസിൽ അദ്ദേഹം 2020 ജനുവരി 12 അവസാനമായിട്ടൊരു സിംഗിൾസ് മാച്ച് വിജയിച്ച്. അതിനുശേഷം അദ്ദേഹം ഒരു സിംഗിൾസ് മാച്ച് ലൈവ് ഇവൻസ് വിജയിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഡൊമിനിക് മിസ്റ്റീരിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മാച്ച് ഉണ്ടായിരുന്നു. ആ ഒരു മാച്ചിൽ അദ്ദേഹം വിജയിക്കുകയായിരുന്നു. എന്തായാലും ഡൊമിനിക് മിസ്റ്റീരിയോ പറന്ന് നടന്ന് പരാജയപ്പെടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹം ഇനി ഒരു മാച്ച് ജയിക്കണമെങ്കിൽ എത്ര നാളാകുമെന്ന് എനിക്കറിയില്ല. കാരണം CM അങ്ങുമായിട്ട് പരാജയപ്പെട്ടു. അതായത് ഏതെങ്കിലും മാച്ചൊക്കെ ജയിക്കുന്നുണ്ടോ എന്ന് ആർക്കറിയാം. എന്തായാലും ഡൊമിനിക് മിസ്റ്റീരിയോ കൺസിസ്റ്റൻ്റ് ആണ്, പക്ഷേ മാച്ചുകളൊന്നും വിജയിക്കുന്നില്ല. എന്തായാലും റാൻഡി ഓർട്ടൻ ആ ഒരു സ്ട്രീക്ക് അവസാനിച്ചു. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് റാൻഡി ഓർട്ടൻ്റെ ആ ഒരു സ്ട്രീക്ക് 1455 ദിവസം ഒരു സിംഗിൾസ് മാച്ച്, അത് ലൈവിൻ്റെ നടന്ന ഒരു സിംഗിൾസ് മാച്ച് വിജയിച്ചിട്ടില്ല എന്നൊരു സ്ട്രീക്ക് ഫൈനലി റാൻഡി ഓർട്ടൻ്റെ അവസാനിച്ചു. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഷേമസ് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഷേമസ് പറയുകയാണ് റസൽമേനിയ 39 മെയിൻ ഇവൻ്റ് ആകേണ്ട മാച്ച് എന്ന് പറയുന്നത് ഷേമസ്, ഗന്ധർ അതുപോലെ തന്നെ ഡ്രൂ മക്കിൻ്റെയർ മാച്ചാണെന്ന്. അതായത് ആ ഒരു IC ചാമ്പ്യൻഷിപ്പ് മാച്ച്. എന്നാലും ഫാൻസിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതായത് ഫാൻസിൻ്റെ ഇഷ്ടക്കേട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു മാച്ച് മികച്ചയായി അല്ലെങ്കിൽ ഒരു നല്ല മാച്ച് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മാച്ച് റസൽമേനിയ 39 മെയിൻ ഇവൻ്റ് ഒക്കെ ആക്കാമെന്ന് പറയുന്നത് അതാകണമായിരുന്നു എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ എന്ന് എനിക്കറിയില്ല. WWE എന്ന് പറയുന്നത് റെസ്ലിംഗ് മാത്രമല്ല, റെസ്ലിംഗ് പ്ലസ് എൻ്റർടൈൻമെൻ്റ് ആണ്. നിങ്ങളിപ്പം ചോദിക്കും റെസ്ലിംഗ് എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയല്ലേ, റെസ്ലിംഗ് കാണുന്നത് ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ? പക്ഷേ WWE ഒരു ഡെഫിനിഷൻ എൻ്റർടൈനിങ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറൻ്റ് ആണ്. അതിന് സ്റ്റോറി ലൈൻ ഉണ്ട്, ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ്സ് ഉണ്ട്, വേറെ പല കാര്യങ്ങളും അതിൽ ഇൻവോൾവ് ആവും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് 2023 അവസാനിക്കുന്നു, അല്ലെങ്കിൽ ഒരു വർഷം അവസാനിക്കുമ്പോൾ പല പ്രമുഖ മാധ്യമങ്ങളും അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളും ഈ വർഷത്തെ ഏറ്റവും മികച്ച മാച്ച്, അതായത് റെസ്ലിംഗിലെ ഏറ്റവും മികച്ച മാച്ച് എന്നുള്ള അവാർഡുകളൊക്കെ കൊടുക്കും. അതിന് ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളൊക്കെ അവാർഡ് കൊടുത്തൊരു മാച്ചാണ് വിൽ ഓസ്പ്രേ അതുപോലെ തന്നെ കെന്നി ഒമേഗ മാച്ച്. പക്ഷേ ഈ ഒരു മാച്ച് റെസ്ലിംഗിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട മാച്ച് എന്ന് പറയുന്നത്. സോ അത് തന്നെയാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. നല്ലോണം മാച്ച് ചെയ്യും അല്ലെങ്കിൽ നല്ലോണം റെസ്ൽ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മെയിൻ ഇവൻ്റ് ആക്കണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ ടോപ്പ് റെസ്ലർ ആവണമെന്നില്ല. രണ്ടും ഒരുമിച്ചുണ്ടെങ്കിൽ അതായത് റോമൻ റൈഡ്സിൻ്റെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള സംഭവങ്ങളുണ്ട്, അതിൽ റെസ്ലിംഗും ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം WWE ടോപ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. ജോൺസിനയുടെ കാര്യം എടുത്താലും, സ്റ്റോൺ കോൾഡിൻ്റെ കാര്യം എടുത്താലും, റോക്കിൻ്റെ കാര്യം എടുത്താലും, ഹൾക്കോഗൻ്റെ കാര്യം എടുത്താലും ഇവരെല്ലാം പോസ്റ്റർ ബോയ്സ് ആയിരുന്നു WWE. ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ ആ ഒരു മിക്സഡ് സംഭവം ഉണ്ട്. അതുകൊണ്ടാണ് അവർ പോസ്റ്റർ ബോയ് ആയിട്ടിരിക്കുന്നത് WWE. എനിക്ക് WWE ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, അത് ഇഷ്ടപ്പെട്ട ഒരു റെസ്ലറായിരുന്നു മുസ്തഫ അലി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ റെസ്ലിംഗ് സ്കിൽസൊക്കെ ടോപ്പായിരുന്നു. സ്പെഷ്യലി ആ ഒരു 205 ലൈവിൻ്റെയൊക്കെ സമയത്ത് വേറെ ലെവലൊരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു മുസ്തഫ അലി എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ട് WWE ടോപ്പായില്ല? അതിനുള്ള കാരണം ഇതാണ്, എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള സംഭവം അദ്ദേഹത്തിൻ്റെ ഇല്ല. പിന്നെ R-Truthൻ്റെ കാര്യം നമുക്ക് നോക്കാം. R-Truthൻ്റെ നമുക്കറിയാം അദ്ദേഹം ഒരു ടോപ്പ് എൻ്റർടൈനറാണ്. പക്ഷേ റെസ്ലിംഗിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ റെസ്ൽ ചെയ്യുമെന്ന് നമുക്ക് പറയാനും സാധിക്കുള്ളൂ. സോ ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ WWE പോസ്റ്റർ അല്ലെങ്കിൽ WWE ടോപ്പിലൊക്കെ ആകാൻ സാധിക്കുകയുള്ളൂ. ഫാൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു കമൻറ്റിന് നെഗറ്റീവ് അഭിപ്രായമാണ് വരുന്നത്. അതായത് ഷേമസിൻ്റെ ഈ ഒരു കമൻറ്റ്, എന്തായാലും ഷേമസ് ഇങ്ങനെ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം അത് ഒരുപാട് പേര് പറയുന്നുണ്ട് ഷേമസ്, ഗന്ധർ, ഡ്രൂ മക്കിൻ്റെയർ മാച്ച് നല്ല മാച്ചായിരുന്നു എന്ന്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഷേമസ് ഇങ്ങനെ പറയാൻ കാരണം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്രോൺ ബ്രേക്കറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ടൈലർ ബേറ്റ് WWE ഇപ്പോൾ ഡെബ്യൂ ചെയ്തു. എന്തായാലും കാർമെലോ ഹെയ്സിനെ നമുക്ക് ഇടയ്ക്കൊക്കെ WWE മെയിൻ ബ്രാൻഡിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഗ്രേസൺ വാളർ, ഇവരെല്ലാം WWE വന്നു കഴിഞ്ഞു. എന്തായാലും ഇനി വരാനുള്ളത് ബ്രോൺ ബ്രേക്കറാണ്. അതിൻ്റെ റിട്ടേൺ അല്ലെങ്കിൽ അദ്ദേഹം എപ്പോൾ WWE ഡെബ്യൂ ചെയ്യുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ റസൽമേനിയ 40 ശേഷം അദ്ദേഹം മെയിൻ ബ്രാൻഡിൽ ഡെബ്യൂ ചെയ്യുമെന്നാണ്. അത് റസൽമേനിയ 40 ശേഷം മെയിൻ ബ്രാൻഡിൽ ഡെബ്യൂ ചെയ്യുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. കാരണം അതിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ഗുണം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം CM Punkൻ്റെ ഒരു സ്റ്റോറി ലൈൻ, റോക്ക്, അങ്ങനെ കുറേ സ്റ്റോറി ലൈൻ ഇപ്പോൾ WWE കയ്യിലുണ്ട്. ഇനിയും ബ്രോൺ ബ്രേക്കറിനോട് അവിടെ ഒരു സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ റസൽമേനിയ 40 ശേഷം വരുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. അത് കഴിഞ്ഞ് സ്പേസ് കിട്ടുപോയെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അവസാനത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റോയൽ റംബിളിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ മാച്ചാണ് അല്ലെങ്കിൽ മെയിൻ ഇവൻ്റ് മാച്ചാണ് റോമൻ റൈഡ്സ് AJ സ്റ്റൈൽസ് LA Knight റാൻഡി ഓർട്ടൻ മാച്ച്. ശരിക്കും WWE പ്ലാൻ ചെയ്തത് റോയൽ റംബിളിലേക്ക് റോമൻ റൈഡ്സ് വേഴ്സസ് റാൻഡി ഓർട്ടൻ മാച്ചിന് വേണ്ടിയായിരുന്നു. പക്ഷേ WWE അത് ഇടയ്ക്ക് വെച്ച് മാറ്റുകയായിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് റാൻഡി ഓർട്ടൻ ഇപ്പോൾ അങ്ങോട്ട് റിട്ടേൺ ചെയ്തേ ഉള്ളൂ. ആ ഒരു സമയത്ത് തന്നെ റോമൻ റൈഡ്സുമായിട്ട് തോൽപ്പിക്കുക എന്നുള്ളത് അത്ര വലിയൊരു ഐഡിയ അല്ല. അതുകൊണ്ടായിരിക്കാം എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇത് റാൻഡി ഓർട്ടൻ റോമൻ റൈഡ്സ് മാച്ച് റോയൽ റംബിളിലേക്ക് മാറ്റി അതൊരു ഫൈറ്റൽ 4-way മാച്ച് ആക്കിയതെന്ന് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അത് നല്ലതായി. കാരണം റോമൻ റൈഡ്സ് എന്തായാലും തോൽക്കില്ലെന്ന് നമുക്കറിയാം. റാൻഡി ഓർട്ടൻ ഉറപ്പായിട്ടും ആ ഒരു മാച്ച് തോക്കി. ഏത് രീതിയിലാണെങ്കിൽ റാൻഡി ഓർട്ടൻ ആ ഒരു മാച്ച് തോക്കും, അത് നമുക്ക് 100% അറിയാം. എന്നാലും ഫൈറ്റൽ 4-way മാച്ചാക്കി അത് കുറച്ചുകൂടെ നല്ലൊരു മാച്ചുമായി. എന്തായാലും WWE ഭാഗത്തു നിന്നുള്ള നല്ലൊരു തീരുമാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. മാക്സിമം ലൈക്ക് ചെയ്യുക, അത് മാത്രമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ.